ഹായ് ഗൈസ്. അപ്പോൾ ഞാനൊരു ട്രിപ്പ് പോവാണ് കേട്ടോ. എന്നേക്കാളും ഒരു 10-20 വയസ്സൊക്കെ കൂടുതലുള്ള ആൾക്കാരുടെ ഒപ്പട്ടാ പോകണേ. എൻ്റെ ഒപ്പം വർക്ക് ചെയ്യണ ചേട്ടന്മാരായിരുന്നു. അങ്ങനെ ഞാൻ റോട്ടിൽ വന്ന് അവരെ കാത്തിക്കാണ് കേട്ടോ. കുറച്ച് നേരം നിന്നപ്പോൾ എന്നെ കാറ് വന്നു കേട്ടോ. നേരെ ഞങ്ങൾ ആദ്യം പെട്രോൾ അടിച്ചു. അങ്ങനെ അടുത്ത പരിപാടി ചായ കുടിയാണ്. അങ്ങനെ പരിഹാരത്തെത്തിയപ്പോൾ ഞങ്ങൾ ഹോട്ടലിൽ കയറി ചായ കുടിച്ചു. ഞങ്ങളുടെ ഈ ട്രിപ്പ് 2 ദിവസത്തെ ട്രിപ്പാണ് കേട്ടോ. ഞങ്ങൾ ആദ്യം പോയത് തുമ്പൂർ മൂഴിയാണ് കേട്ടോ. ഇതിപ്പോൾ നിങ്ങൾ കാണുന്നത് തുമ്പൂർ മൂഴിയിലെ ഹാങ്ങിങ് ബ്രിഡ്ജാണ്. ബ്രിഡ്ജിൽ നിന്ന് ഇറങ്ങിയപ്പോഴാണ് കേട്ടോ ഈ കോൺക്രീറ്റ് ബ്ലോക്കുകൾ കണ്ടത്. ആദ്യം ഇതെന്താണെന്ന് മനസ്സിലായില്ല. അടുത്തേക്ക് പോയപ്പോഴാണ് ബ്രിഡ്ജ് കെട്ടി വെച്ചത് ഈ ബ്ലോക്കിലാണ് കേട്ടോ. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി അതിരിപ്പള്ളി വാഴച്ചാലിനുള്ള ടിക്കറ്റ് എടുക്കാനായിട്ട് നിന്നു കേട്ടോ. അങ്ങനെ ടിക്കറ്റൊക്കെ എടുത്ത് ഞങ്ങൾ നേരെ അതിരിപ്പള്ളി പോയി. ഞങ്ങൾ കുറേ നാൾ ഈ ട്രിപ്പ് പോകണം എന്ന് പറച്ചിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോഴാണ് നടന്നത്. അതിപ്പോൾ ഞങ്ങൾ കസിൻസ് ആയാലും ഞങ്ങൾ ട്രിപ്പ് പ്ലാൻ മാത്രമേ ഉള്ളൂ. അതെല്ലാവരും അങ്ങനെയാണെന്ന് എനിക്കറിയാം. ആദ്യം അങ്ങനെ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്ത് എത്തിയിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ വെള്ളം ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ഈ വെള്ളച്ചാട്ടത്തിൻ്റെ അടിയിലേക്ക് പോയി. അവിടെ വന്നപ്പോൾ എല്ലാവരും ഫോട്ടോ എടുക്കലും വീഡിയോ എടുക്കലൊക്കെ ആയിരുന്നു. പിന്നെ ഞങ്ങൾ തിരിച്ച് കയറിയിട്ടാണ്. അങ്ങനെ നടക്കുമ്പോൾ കുറേ ആൾക്കാർ അവിടെ ഇരിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നേരെ വന്നപ്പോൾ അവിടെ ചുക്ക് കാപ്പി ഉണ്ടായിരുന്നു. ഒരു ചുക്ക് കാപ്പി എത്ര 12 രൂപയോ 10 രൂപ അങ്ങനെയാണ്. പിന്നെ ഈ പുഴുവിനെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അങ്ങനെ കാറിൽ കയറി. ഇപ്പം ഞാൻ ഫ്രണ്ടിലായിട്ട് ഇരിക്കുന്നത്. പിന്നെ നേരെ വാഴച്ചാൽ പോയി. പിന്നെ ഈ അതിരപ്പള്ളി വാഴച്ചാലൊക്കെ മിക്കവരും പോയതായിരിക്കും. അപ്പോൾ അധികം വിഷ്വൽസ് ഒന്നും കാണിക്കണില്ല കേട്ടോ. അങ്ങനെ പിന്നെ ഞങ്ങൾ നേരെ പോയത് പൊരിങ്ങൽക്കുത്താണ്. ഞങ്ങളിലെ മിക്കവരും KSEBിയിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് ഓൾറെഡി പൊരിങ്ങൽക്കുത്തിലേക്ക് ഒരു വിസിറ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ പൊരിങ്ങൽക്കുത്ത് കയറി ജനറേഷനൊക്കെ കാണാൻ പറ്റി. അവിടുത്തെ വിഷ്വൽസ് ഞാൻ കാണിക്കണില്ല കേട്ടോ. അവിടെ ക്യാമറ അലൗഡല്ല. പിന്നെ ഞങ്ങൾ പോയത് പൊരിങ്ങൽക്കുത്ത് IBയിലാണ്. IBയിലാണ് ഞങ്ങളുടെ ഫുഡ് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ ഒരു ഉച്ചയ്ക്ക് അവിടെ എത്തി. പിന്നെ ഭക്ഷണത്തിന് മീൻ കറി, മീൻ വറുത്തത്, പിന്നെ അതല്ലാണ്ട് വെജായിട്ടുള്ള കറികളും ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഫുഡ് അടിച്ചു വിട്ടാം. പിന്നെ ഫുഡ് അടിക്ക് ശേഷം ഞങ്ങളവിടെ കുറച്ച് നേരം വെയിറ്റ് ചെയ്തു. പിന്നെ ഈ സ്ഥലം കാണുമ്പോൾ ഈ പഴയ സിനിമകളിലൊക്കെ കാണുന്ന ഒരു വീടൊക്കെ പോലെ തോന്നിയിട്ടാണ്. അങ്ങനെ ഞങ്ങൾ അടുത്തതായിട്ട് പോയത് ഷോളയാർ ഡാം കാണാനാണ്. അങ്ങനെ ഷോളയാർ ഡാം, അതുപോലെ അമ്പലപ്പാറ IB, ഈ 2 സ്ഥലത്ത് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ വിഷ്വലൊന്നും ഞാൻ കാണിക്കില്ല. അത് കാണിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. അപ്പോൾ അമ്പലപ്പാറ IBന്ന് ഇറങ്ങുമ്പോൾ തന്നെ ഞങ്ങൾ ഒരു ആനേനെയും പുലിനെയും ഞങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ പുലിയുടെ വീഡിയോ എനിക്ക് കാണിക്കാൻ ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. എനിക്ക് പറയാൻ മാത്രമേ പറ്റുള്ളൂ. അപ്പോൾ അതിന് ശേഷം ആക്സിലേറ്ററിൽ നിന്ന് കാലെടുക്കാണ്ടുള്ള ഓടിക്കില്ലാണ്. വഴിയിൽ പിന്നെ കാട്ടുപോത്ത്, അതുപോലെ മ്ലാവിനൊക്കെ കണ്ടുവിട്ടാണ്. പിന്നെ ഞങ്ങൾ തിരിച്ച് IBയിൽ തന്നെ എത്തി. പിന്നെ ഈ എടുത്ത് മാറ്റണത് ഇലക്ട്രിക് ഫെൻസിങ് ആണ് കേട്ടോ. ഈ ചേട്ടനായിട്ടാണ് ഞങ്ങൾക്ക് സ്ഥലങ്ങളൊക്കെ കാണിച്ചു തരാൻ വന്നത്. ഇന്ന് രാത്രി ഞങ്ങൾ ഇവിടുത്തെ ഒരു ക്വാർട്ടേഴ്സിലാണ് നിൽക്കുന്നത്. അങ്ങനെ നാളെ രാവിലെ മലയ്ക്കപ്പാറ, വാൽപ്പാറ കണ്ട് തിരിച്ചു പോകാനാണ് പ്ലാൻ. അപ്പോൾ ഇതിൻ്റെ ബാക്കി വീഡിയോ ഉണ്ട് കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ.